ഹലോ, ഞാൻ ഷാജി, ടിക്ടോക്കിലെ ഷാജി പാപ്പൻ. ഇതാണ് നമ്മുടെ അൽക്കൂസ് മാള്. ഇത് നമ്മളുടെ ഒരു കുറച്ച് നാളുകളായി നമ്മുടെ ടേസ്റ്റ് മലബാർ. അപ്പോൾ ഇതിൽ നല്ല വിസ്തൃതമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഒരു 2 hour ഫ്രീ ആണ് കേട്ടോ. ഇത് നമ്മുടെ അൽക്കൂസ് മാളിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണ്. അപ്പോൾ കാരണം വെച്ചാൽ നമുക്ക് ഈവനിങ് ടൈമിൽ വന്നാൽ ഉണ്ടാവുന്നതാണ്. ശരിക്കും രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പൺ ആവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 വരെ ക്ലോസ് ആവുള്ളൂ. ഇതാണ് നമ്മുടെ മാളിൻ്റെ സെക്കൻഡ് എൻട്രൻസ്. ഫസ്റ്റ് എൻട്രൻസ് ഉണ്ട്, സെക്കൻഡ് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ സൈഡിലൊക്കെ വരുന്നത് ഞങ്ങളെ ടേസ്റ്റ് പോലെ പറഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മുടെ ഒരു നാടൻ ചായയൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റാഫാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് 40-45 പേരൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ എന്താ പറയുക, ഒരു വല്ലാത്തൊരു സംഭവമാണ്. ഈവനിങ് ടൈമൊക്കെ നാടൻ ചായയൊക്കെ വെച്ചിട്ട് ഉള്ള സെറ്റിങ്സാണ്. സ്നാക്സുകളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്ക് മോട്ടർ സെറ്റും അങ്ങനെയുള്ള സാധനമുണ്ട്. മോട്ടറൈസില്ല, നമ്മുടെ സാധാരണ മീൽസ് ഉണ്ട്. ഉറുമ സെറ്റ്, ചട്ടിച്ചോറ്, കിഴിപ്പറോട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പോത്തുങ്കലാണ് നമ്മുടെ ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ. പിന്നെ അതുകൊണ്ട് തന്നെ ജ്യൂസ് ഐറ്റംസുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ ഓർഡറുകളുണ്ട് കേട്ടോ. തലാബാത്തിൽ ഓർഡർ ഉണ്ട്, പിന്നെ കരീമുണ്ട്, നൂണുണ്ട്, പിന്നെ അങ്ങനെ 3-4 ഐറ്റംസ് ആ വഴി കൂടി ഓർഡർ ഉണ്ട്, ഓൺലൈൻ ഓർഡർ ഉണ്ട്. പിന്നെ നമ്മുടെ നല്ല എന്താ പറയുക, നാടൻ ബീഫ് കറികളും ബീഫ് റോസ്റ്റും, പിന്നെ ചൈനീസും, ചാർക്കൂള്, പിന്നെ എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ ഒട്ടുമിക്ക ഫുഡുകൾ ഞങ്ങൾ ഓൾമോസ്റ്റ് കൈവച്ച് കഴിഞ്ഞു. കപ്പ ബിരിയാണിയൊക്കെ നല്ല ഫേമസ് ആയിട്ട് ഓടുന്നുണ്ട്. പിന്നെ നമ്മുടെ പുട്ട്, നാടൻ പുട്ടും ബീഫ് കറിയും അതൊക്കെ ഒരു അടിപൊളി സംഭവം തന്നെയാണ്. വന്നവർക്കൊക്കെ അറിയാൻ പറ്റണം. പിന്നെ ഫ്രഷാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഫ്രഷ് അപ്പം ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് തലാബാത്തിൻ്റെ ഓർഡറുകളൊക്കെ നല്ല ഇതായിട്ട് പോകുന്നുണ്ട്, അറിയാം. പിന്നെ അത്യാവശ്യം നമ്മുടെ സ്നാക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്നാക്സിൻ്റെ ഒരു സെറ്റിങ്സാണ് അത്യാവശ്യം. പിന്നെ മെയിനായിട്ട് നമ്മുടെ പോകുന്നത് ഒരു 4 o'clock ചായ, ഒരു 2:30 മോർണിംഗിലുണ്ട്. 7 o'clock സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ടൈമിങ്ങിലും ചായ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു കൊച്ചു കൊട്ടാരം തന്നെയാണ്. എന്താ പറയുക, അപ്പോൾ എല്ലാവരും ലഞ്ച് ബിരിയാണി ഐറ്റംസുകൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫേമസ് നമ്മുടെ പോത്തുങ്കലാണ്. അത് എല്ലാ രാജ്യക്കാരും, ഒരു രാജ്യക്കാരെന്നല്ല, ഇവിടെ തന്നെ മിക്ക ആളുകൾക്കും ഫിലിപ്പീൻസ് അങ്ങനെയുള്ള ടീമുകളൊക്കെ നമ്മുടെ പോത്തുങ്കൽ സ്പൈസി ആണെങ്കിലും അത്യാവശ്യം എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ഈ ടേസ്റ്റ് പോലെ പറഞ്ഞ സ്പെഷ്യൽ ഫുഡ്സിനൊക്കെ വേണ്ടിയിട്ട് ടൈം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ മറക്കണ്ട കേട്ടോ. കൂടുതലും മലയാളികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട് കേട്ടോ. നമ്മുടെ കുഴപ്പമില്ല, അത്യാവശ്യം നോർത്ത് ഇന്ത്യൻസിൻ്റെ കറികളൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടീമാണ്. നമ്മുടെ ഫേമസ് താരങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ വന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ്. നമ്മളല്ല, നമ്മുടെ പോത്തുങ്കലൊക്കെ നമ്മുടെ സ്റ്റാഫിനായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കേണ്ടത്. പോത്തുങ്കലൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കേണ്ടതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും സൗകര്യമൊക്കെ ആയിട്ടുള്ളൊരു മാളിൻ്റെ എൻട്രൻസിൽ തന്നെ ആയിട്ടുള്ളൊരു ഷോപ്പാണ് ഞങ്ങളുടെ ടേസ്റ്റ് മലബാർ. അപ്പോൾ ആരും മറക്കണ്ട, ഇനി അൽക്കൂസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.